ഹരിച്ചേട്ടാ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കാസർഗോഡ് നിന്ന് അൽ ഖ്വയ്ദ ബന്ധമുള്ള ഒരു ബംഗ്ലാദേശി ഭീകരൻ പിടിയിലായി. ഈ വിഷയം വലിയ ചർച്ചയൊന്നും ആയില്ല കേരളത്തിൽ. ഇപ്പോൾ പിടിയിലായിട്ട് 2-3 ദിവസമായി. ഇതിൻ്റെ വിശദാംശങ്ങൾ വേറെ എന്തെങ്കിലും, ഇയാൾ എന്തിനാണ് ഇവിടെ വന്നത്, ഇവിടെ ഈ ഒളിവിൽ കഴിഞ്ഞത് എന്തിനാണ്, പ്രത്യേക ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതോ എന്തെങ്കിലും വലിയ അട്ടിമറിക്കാണോ, എന്താണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ ചേട്ടൻ്റെ കൈവശം? പ്രശാന്ത്, ഒരു ഭീകര സംഘടനയിലെ അംഗം, ഒരു അറിയപ്പെടുന്ന ഭീകരൻ കേരളത്തിൽ എത്തുന്നത് വെറുതെ എത്തില്ല. അയാൾ ഒരു മിഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് എത്തിയത്. ഇത് പിന്നെ യഥാർത്ഥത്തിൽ ആസാം പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ഉണ്ട് ആസാം പോലീസിന്. ആ സ്പെഷ്യൽ ഓപ്പറേഷൻസ് DGP ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വ്യക്തിയുടെ പേര് ഷാബാ ഷെയ്ഖ്, അല്ലെങ്കിൽ സാദ് റാഡ് എന്നും പറയുന്നുണ്ട്. ഷാബാ ഷെയ്ഖ് കേരളത്തിൽ എത്തുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. ഇയാള് ആസാം പോലീസിന്റെ അനൗൺസ്മെന്റ്, അതായത് അവർ പറഞ്ഞത് പ്രകാരം ഇയാള് അൽ ഖ്വയ്ദ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, AQIS എന്ന് പറഞ്ഞ അൽ ഖ്വയ്ദയ്ക്ക് ഒരു വിഭാഗം. അത് 2014 രൂപീകരിച്ചാണ്. അതായത് അൽ ഖ്വയ്ദ നേതാവായിരുന്ന ഐമാൻ അൽ സവാഹിരി രൂപീകരിച്ച ഇന്ത്യയിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള ഒരു പ്രത്യേക സെല്ലാണ്. അപ്പം AQISന്റെ വളരെ സജീവ പ്രവർത്തകനാണ് ഈ അറസ്റ്റിലായ ഷാബാ ഷെയ്ഖ്. ഇയാൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത് വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇവര് ഇന്ത്യയിൽ പല ഭാഗത്തു നിന്നുമായിട്ട് 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ നേതാവാണ് ഷാബാ ഷെയ്ഖ്. കേരളത്തിൽ അയാൾ എത്തിയത് മറ്റവരോടൊപ്പം തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും RSS നേതാക്കന്മാരെ തെരഞ്ഞു പിടിക്കാനും അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും അവരെ വധിക്കാനുമുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. പിന്നീട് പൊതുവെ ഇവർക്ക് ഇന്ത്യയിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനും ഇന്ത്യയെ ദുർബലപ്പെടുത്താനും ഇവിടെ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാനുമുള്ള വളരെ വ്യക്തമായ പ്ലാനുണ്ട്. ഇയാൾ കേരളത്തിൽ എത്തിയത് പ്രത്യേകിച്ചും കേരളത്തിലെ സ്ലീപ്പർ സെല്ലുകളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഇതിനകത്തിലെ വളരെ കൃത്യമായ ലക്ഷ്യമാണ് അയാൾക്കുണ്ടായിരുന്നത്. ചേട്ടാ, ഇപ്പോൾ അങ്ങ് പറഞ്ഞത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. RSS നേതാക്കളെ, ഇന്ത്യയിലെയും കേരളത്തിലെയും അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിലെയും RSS നേതാക്കളെ ലക്ഷ്യമിട്ടൊരു ഭീകരൻ വരിക, അയാൾ ഇവിടെ വന്ന് സ്ലീപ്പർ സെല്ലുകളെ ഉണർത്തുക, രാജ്യത്ത് വലിയ അട്ടിമറികൾ ഉണ്ടാക്കുക, രാജ്യത്തെ ദുർബലപ്പെടുത്തുക. ഇയാൾക്ക് എങ്ങനെ ഇവിടെ എത്താൻ കഴിഞ്ഞു? ഈ ബംഗ്ലാദേശിക്ക് എങ്ങനെ ഈ കേരളത്തിൽ വന്ന് താമസിക്കാൻ രഹസ്യമായിട്ട്? എനിക്ക് തോന്നുന്നു നിർമ്മാണ തൊഴിലാളികളുടെ കൂട്ടത്തിലാണ് ഇയാൾ ഒരു നിർമ്മാണ തൊഴിലാളിയായി വേഷം മാറി കഴിഞ്ഞിരുന്നത്. എന്തായാലും ആസാം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്, കേരള പോലീസ് അല്ലേ? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ആസാം പോലീസ് അവിടെ UAPA പ്രകാരം കേസ് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അറസ്റ്റിലായ ഷാബാ ഷെയ്ഖ്. ഇയാളെ തെരഞ്ഞ് ആസാം പോലീസും ബംഗാൾ പോലീസും ഇന്ത്യ ഒട്ടാകെ തന്നെ വല വിരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കേരള പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആസാം പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് STF ആണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇയാൾക്ക് ഈ വാർത്ത മാധ്യമങ്ങളിലൊക്കെ വന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇയാൾക്ക് ആരാണ് സഹായം ഇവിടെ കൊടുത്തത് അതിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും പൊതു ഇടത്തിൽ, അതായത് പബ്ലിക് ഡൊമൈനിൽ ഇന്ന് ലഭ്യമല്ല. ഇതുപോലൊരു ഭീകരൻ കേരളത്തിൽ വരുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങില്ലല്ലോ. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിശ്ചയമായിട്ടും ഒളിയിടങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അതുപോലെ തന്നെ അയാൾക്ക് സഹായം കൊടുക്കുന്ന ഒരു നെറ്റ്വർക്കും ഇവിടെ ഉണ്ടാവും. അതൊന്നുമില്ലാതെ ഒരു ഭീകരനും മറ്റൊരു സംസ്ഥാനത്തിൽ എത്തത്തില്ല. കാരണം അയാൾ ബംഗ്ലാദേശിയാണ്. അയാൾ മുൻപ് കേരളത്തിൽ വന്നതായിട്ട് വാർത്തകളൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടും ഇയാൾക്ക് ഇവിടെ ബന്ധങ്ങൾ ഉണ്ടാകണം. മാത്രമല്ല പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ സ്ലീപ്പർ സെല്ലുകളെ ഉണർത്താൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊന്നും മലയാള മാധ്യമങ്ങളിൽ ഞാൻ കണ്ടില്ല. ഞാനിത് ഞാൻ പറഞ്ഞതുപോലെ ആസാമിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് DGP ഗുവാഹത്തിയിൽ പത്രപ്രവർത്തകരോട് സംസാരിച്ചിട്ടുണ്ട്. അത് NDTV പോലുള്ള ഇംഗ്ലീഷ് ദേശീയ മാധ്യമങ്ങളിൽ അത് വന്നിട്ടുമാണ്. ഇതൊരു രഹസ്യമൊന്നുമല്ല. അപ്പോൾ ഇത് ഓൾറെഡി മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. പക്ഷെ ഇത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുമ്പോൾ മലയാള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തതായിട്ട് കാണുന്നില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതാവാം ചിലപ്പോൾ. പക്ഷേ
ഇല്ല, പ്രശാന്ത് ചോദിച്ചത് മലയാള മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. ഞാൻ അത്ര വിശദമായിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ വിശദമായ വിവരങ്ങളൊന്നും തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി പ്രശാന്ത് ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇവർക്ക് കേരളത്തിൽ എന്താണ് ബന്ധം? അതെ. പ്രശാന്തേ, ബംഗ്ലാദേശികൾക്ക് കേരളത്തിൽ വളരെയധികം വേരുകളുണ്ട്. ബംഗ്ലാദേശികൾ കേരളത്തിൽ നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതികളായിട്ടുണ്ട്. നിരവധി ബംഗ്ലാദേശികളെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പ്രശാന്തിനോട് പറയാം. അത് 2018 കൊച്ചിയിൽ ഒരു പ്രമാദമായ ഒരു റോബറി, അതായത് കൊള്ള നടന്നു. ആ കൊള്ളയിൽ പിടിക്കപ്പെട്ട വ്യക്തി, അത് 11 അംഗ സംഘമാണ് ആ കൊള്ള നടത്തിയത്. ആ അക്രം ഖാൻ എന്ന ഒരു ബംഗ്ലാദേശി കൊള്ളത്തലവന്റെ നേതൃത്വത്തിലാണ് ഈ കൊള്ളകൾ. അത് അതിലെ രണ്ട് കേസുകൾ വളരെ പ്രമാദമായിരുന്നു. ഒന്ന് പുല്ലേപ്പടിയിൽ വൃദ്ധ ദമ്പതികളെ ആക്രമിച്ച് അവരുടെ സ്വത്ത് കവർന്നെടുത്തത്. രണ്ടാമത്തേത് തൃപ്പൂണിത്തുറയിൽ നടന്നു. ഈ രണ്ട് കേസിലും ഇവര് വെറും മോഷണമല്ല അവർ നടത്തുന്നത്. അവരൊരു വീട് ആക്രമിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ ആൾക്കാരെ അവരെ ശാരീരികമായി പരിക്കേൽപ്പിക്കുകയും അവരെ പിന്നീട് ബന്ധിക്കുകയും ചെയ്യും. അവിടെ കെട്ടിയിട്ടിട്ടതിന് ശേഷമാണ് അവരുടെ സ്വത്ത് കൊള്ളയടിക്കുന്നത്. ഈ അക്രം ഖാൻ ഇവിടുന്ന് ഈ കൊള്ള നടത്തിയതിന് ശേഷം ബംഗ്ലാദേശിലേക്ക് രക്ഷപ്പെട്ടു. എന്നിട്ട് പിന്നെ ഇയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേരള പോലീസ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മുഖാന്തരം അവിടെ അപേക്ഷ കൊടുക്കുകയും അതിന്റെ ഫലം എന്താണെന്ന് പിന്നീട് മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. അതായത് അയാളെ അവിടുന്ന് റിലീസ് ചെയ്തിട്ടുണ്ടോ അതോ അയാള് ബംഗ്ലാദേശിൽ തന്നെയാണോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 11 അംഗ സംഘം കൊച്ചിയിലെ ആക്രി പെറുക്കുന്ന ആൾക്കാരായി പിന്നെ പകൽ സമയം അവർ തൊഴിൽ ചെയ്തിരുന്നു. ഈ 11 അംഗ സംഘവും ബംഗ്ലാദേശികളായിരുന്നു. ഇവർക്ക് തദ്ദേശീയരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇവർക്ക് സ്വാഭാവികമായിട്ടും വിവരങ്ങൾ കൊടുക്കാനായിട്ട് ലോക്കൽ ആൾക്കാരുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ പ്രശാന്ത് എന്നോട് ചോദിച്ചല്ലോ ഇവർക്ക് എന്താണ് കേരളത്തിലുള്ള ബന്ധമെന്ന്. എങ്ങനെയാണ് വളരെ ഇവരുടെ കൃത്യമാണ്. ഈ ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? നമുക്കത് വലിയ അത്ഭുതമായിരിക്കും. അല്ല, കേരളത്തിലെ ഈ ബംഗ്ലാദേശി ക്രിമിനൽസ് വളരെ ധാരാളമുണ്ട്. ഇപ്പൊ ഞാനൊരു സംഭവം പറയാം. അതെനിക്ക് തോന്നുന്നത് സംഭവിച്ചത് 2017 16 എന്തോ ആണ്. അതായത് പിന്നെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്തുള്ള വെൺമണിയിലെ വൃദ്ധ ദമ്പതികളായിരുന്ന പിന്നെ അദ്ദേഹത്തിന്റെ പേര് ചെറിയാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഏലിക്കുട്ടി, ഈ രണ്ടു പേരെയും കൊലപ്പെടുത്തി ആ വീട്ടിൽ നിന്ന് 46 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് അല്ലെങ്കിൽ കൊള്ളയടിച്ച് കവർച്ച ചെയ്ത് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ ഒരാളുടെ പേര് ലാബ്ലു ഹസൻ, പിന്നെ അയാളുടെ സഹായിയായ ജുവാൽ ഹസൻ. ഈ ലാബ്ലു ഹസനെ മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതായത് അദ്ദേഹത്തിന് പിന്നെ ലാബ്ലുവിനെ വധശിക്ഷയ്ക്കാണ് മാവേലിക്കര കോടതി വിധിച്ചത്. അയാളുടെ സഹായി പക്ഷേ ഈ കേസിൽ വെറുതെ വിട്ടു എന്നാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷെ ലാബ്ലു ഹസനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പോ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇത് കേരളത്തിൽ ബംഗ്ലാദേശികൾ ഉൾപ്പെട്ട നിരവധി പിന്നെ കുറ്റകൃത്യങ്ങളുണ്ട്. മറ്റൊരു കുറ്റകൃത്യം 2018 കണ്ണൂരിൽ നടന്നിട്ടുണ്ട്. കണ്ണൂർ ടൗണില് നടന്നിട്ടുള്ള അതിൽ മുഹമ്മദ് ബിലാലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ മുഹമ്മദ് ബിലാല് ഇതുപോലെ തന്നെ ഒരു വീട് കയറി കൊള്ളയടിക്കുക, ആ വീട്ടിലെ ഗൃഹനാഥരെയും ഭാര്യയെയും കെട്ടിയിടുകയും ചെയ്തു. അതിക്രൂരമായി അവരെ മർദ്ദിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്ന് ബംഗ്ലാദേശികളെ പിടിക്കപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എൻ്റെ ഒരു ഓർമ്മയില് കൃത്യമായ ഈ വർഷം ഞാൻ ഓർക്കുന്നില്ല, ഏതാണ്ട് 2017 തോന്നുന്നു, 35ഓളം ബംഗ്ലാദേശികളെ കേരള സർക്കാരിന്റെ ചെലവിൽ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. അതായത് ഇവിടുന്ന് അവര് 35 അല്ല 36 പേര്. അതിൽ 34 പേര് മലപ്പുറത്ത് നിന്നും 2 പേര് തൃശ്ശൂരിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പം പ്രശാന്തിന് മനസ്സിലായല്ലോ ഈ ബംഗ്ലാദേശികളുടെ കേരളത്തിലെ സാന്നിധ്യം. തീർച്ചയായിട്ടും. അതായത് ഇത്തരക്കാരിവിടെ വന്നാൽ അവർക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യങ്ങളുണ്ട്, അവരെ സംരക്ഷിക്കാൻ ആളുണ്ട്, അവരെ എന്താ പറയേണ്ട കുറ്റകൃത്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ആളുണ്ട് എന്നാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷെ അത് ഈ ഇതിപ്പോൾ കുറേ ക്രിമിനലുകളാണ് എന്ന് കരുതി നമുക്ക് ഇവർ ക്രിമിനലുകളാണല്ലോ, അവരെ പോലീസ് പിടിച്ചാൽ ഈ പ്രശ്നം അവസാനിക്കുമല്ലോ എന്ന് കരുതി ആശ്വസിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു ഭീകരനെയാണ്, അതും അൽ ഖ്വയ്ദ ഭീകരനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ അയൽ രാജ്യക്കാരനായ
ബംഗ്ലാദേശിയായ ഒരു ഭീകരനെ നമ്മുടെ നാട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഇത് സ്ഥിതി വളരെ വളരെ ശോചനീയമാണ്, വളരെ ഭയാനകമാണ്. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ കാര്യത്തിൽ അങ്ങേക്ക് പറയാനുണ്ടോ? എന്തെങ്കിലും? ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അതായത് കൊണ്ടുപോയിട്ടുണ്ട്, ആസാം പോലീസിന്റെ അതായത് കൈവശമാണ്. മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അതായത് ഞാൻ പറയാം. അതായത് ഈ ഭീകരപ്രവർത്തകർക്ക് ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം അത്ര വലിയ ഒരു അത്ഭുതമൊന്നുമല്ല. എന്താണെന്ന് വെച്ചാല് ഇന്ത്യയിൽ ഏതാണ്ട് 2007 മുതൽ അല്ല, ഇനി അതിനു മുമ്പ് തന്നെ ഇപ്പൊ ഞാനൊരു വസ്തുത പറയാം. ആ ലഷ്കർ ഇ തയ്യബയുടെ സൗത്ത് ഇന്ത്യയുടെ ഹെഡായിട്ടുള്ള തടിയന്റെ അവിടെ നസീർ, ആ ആ തടിയന്റെ അവിടെ നസീർ പിന്നെ ഒളിവിൽ. സത്യത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ വെച്ചിട്ടാണ്. അതെ അയാള് അതെ പിന്നെ അത് വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ തടിയന്റെ അവിടെ നസീർ ആവുന്നത് എനിക്ക് തോന്നുന്നു 1990-കളിലാണ്. ഞാൻ ആദ്യം. ഓർക്കുന്നില്ല. ഇയാളുടെ ഒരു അനുയായി കണ്ണൂരിൽ 100 രൂപയുടെ കള്ളനോട്ട് മാറാൻ ശ്രമിക്കുമ്പോൾ കണ്ണൂർ ടൗൺ CA ആ കടക്കാരൻ പോലീസിനെ വിളിച്ചറിയിക്കുകയും അന്ന് കണ്ണൂർ ടൗൺ CA ആയിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കണ്ണൂർ ടൗൺ CI അയാളെ അറസ്റ്റ് ചെയ്യുകയും അയാളെ ചോദ്യം ചെയ്തതിലൂടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരെ വധിക്കാനുള്ള ഒരു പദ്ധതിയുടെ ചുരുൾ നിവരുകയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ആ മുഖ്യമന്ത്രി സഹാവ് EK നായനാർ അത് വിശ്വസിച്ചില്ല. ഉം. പിന്നെ ഇയാൾക്ക് ജാമ്യം ലഭിച്ചു. എനിക്ക് തോന്നുന്നു 2002 എന്തോ ആണ് ജാമ്യം ലഭിക്കുന്നത്. ആ ജാമ്യം ലഭിച്ച തടിയന്റെ അവിടെ നസീർ പിന്നെ പോലീസിന്റെ പിടിയിൽ വരുന്ന എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അതെ കാരണം അയാൾ ഇന്ത്യ വിട്ട് രക്ഷപ്പെട്ടിരുന്നു. അപ്പോ അതെ അന്ന് എടുത്ത ഒരു ഫോട്ടോഗ്രാഫ്, അതായത് ആ പിന്നെ കള്ളനോട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ എടുത്ത ഫോട്ടോഗ്രാഫ് മാത്രമായിരുന്നു അയാളുടെ ഏക ഫോട്ടോഗ്രാഫ് പോലീസിന്റെ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് തന്നെ ആ ബംഗ്ലാദേശ് ബന്ധം ഇവിടത്തെവാദ സംഘടനകൾക്കുണ്ട്. പിന്നീട് അതെ അതിനുശേഷം ഹുജി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഹർക്കത്ത് ജിഹാദ് ഇസ്ലാം. ആ ഹുജി ആ എന്ന് പറയുന്ന ഹുജി. സംഘടനയാണ് ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകര സംഘടന ഇവിടെ ഉണ്ടാക്കി. പ്രശാന്ത് കേട്ടിട്ടുണ്ടാവും. ഓ കേട്ടിട്ടുണ്ട്. ഭട്കൽ 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 സ്വദേശിയായ സഹോദരന്മാർ. ഒരു ആയ സഹോദരന്മാര്. അപ്പൊ അതെ അവരൊക്കെ ഇന്ത്യൻ മുജാഹിദീനിൽ ആ, പിന്നെ പ്രവർത്തിച്ചിരുന്നു. ഓപ്പറേറ്റ് ചെയ്ത ഭീകരന്മാരാണ്. പിന്നീട് അതെ അതുപോലെ തന്നെ ഈ പിന്നെ മറ്റു പല ഭീകര സംഘടനകളിലും ഇപ്പൊ, അതായത് ഞാൻ ഈ പറഞ്ഞ ആ, എന്താണ് അൽ ഖ്വയ്ദ ഹുജി. ഓഫ് ഇന്ത്യൻ സബ് ആ കോണ്ടിനെന്റ്, AQIS, ആ ആ ആ AQIS പിന്നെ രൂപീകരിക്കുമ്പോൾ അത് ആ ഇന്ത്യയിലായിരുന്നു വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരുന്നതെങ്കിലും ആ ബംഗ്ലാദേശിലെയും മ്യാൻമാർ എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം രോഹിംഗ്യകളാണ് ഉദ്ദേശിക്കുന്നത്. അതെ ഇവരെ അതെ ഉപയോഗിച്ചാണ് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ അൽ ഖ്വയ്ദ നേതാവായിരുന്ന അയ്മാൻ അൽ സവാഹിരി പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം പദ്ധതിയിട്ടത്. ഇപ്പം മനസ്സിലായല്ലോ അവർക്ക് കേരളവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന്. ഇത് തീർച്ചയായിട്ടും. എന്തായാലും ഭീകരപ്രവർത്തനം തീർച്ചയായിട്ടും ഇവിടെ നെറ്റ്വർക്ക് ഉണ്ട്, അത് ഉപയോഗിച്ച് അവർ കേരളത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പറഞ്ഞോളൂ. എന്തായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അങ്ങ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത് നിർഭാഗ്യവശാൽ മലയാള മാധ്യമങ്ങളൊന്നും ഇത് വലുതായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. നമുക്ക് ഇതിനെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ മലയാളികളുടെ മുന്നിൽ വയ്ക്കാൻ കഴിയുന്നത് അഭിമാനാർഹമാണ്. സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. ഏത് ഭീകരനും, ഏത് ബംഗ്ലാദേശി ഭീകരനും അല്ലെങ്കിൽ ഒരു മ്യാൻമാറുകാരനും നമ്മുടെ സമീപം, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകാം. ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വേഷത്തിൽ നമ്മുടെ തൊട്ടടുത്തുണ്ടാകാം. ഇത് നിരപരാധികളായി ഇവിടെ വന്ന് ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും നമുക്കും ഒരുപോലെ ആപൽക്കരമാണ്. എന്തായാലും അധികൃതർ ജാഗ്രതയോടെ ഇരിക്കട്ടെ. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഇവരുടെ മുഴുവൻ കണ്ണികളെയും അമർച്ച ചെയ്ത് അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ എത്തിക്കട്ടെ. നമുക്ക് ഈ അവസരത്തിൽ അത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ശരി, അങ്ങനെ ശരി ചേട്ടാ. പോലീസിന്റെ ഭാഗത്ത് നിന്നും ജാഗ്രത നമുക്ക് പ്രതീക്ഷിക്കാം. അതെ.